തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ വിജയപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. കോട്ടയം ജില്ലയിലെ മന്ത്രി കൂടിയായിരുന്ന VN വാസവൻ, ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. പൊതുവെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അനുകൂലമായ ഒരു വിജയപ്രതീക്ഷയാണ് ഞങ്ങൾ കാണുന്നത്. അത് പൊതുവിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജനങ്ങളിലുണ്ടാക്കിയിട്ടുള്ള പ്രതികരണങ്ങൾ, ഗവൺമെൻറ് വിരുദ്ധ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, പൊതുവെ ശാന്തിയും സമാധാനവും നിലനിന്ന ഒരു ഭരണകാലഘട്ടം, ഒരു ദശാബ്ദകാലത്തിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞവർ. അതുകൊണ്ട് തന്നെ പൊതുവിൽ പ്രതികരണങ്ങൾ എല്ലാം കണ്ടിരുന്നതും അത്തരത്തിൽ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പൊതു സ്ഥിതിവിശേഷം എടുത്താലും അതിൽ വ്യത്യസ്തമായൊരു സ്ഥിതിവിശേഷം കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ UDF ക്യാമ്പ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോളിംഗ് ശതമാനത്തിൻ്റെ വിജയവും വർധനവുമെല്ലാം ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ കുറവായിരുന്നല്ലോ പോളിംഗ് ശതമാനം. എത്രയോ കുറഞ്ഞു തന്നിരുന്നു. പക്ഷേ ജയിച്ചതെല്ലാം UDF ആയിരുന്നു. അപ്പോൾ കുറഞ്ഞുകൊണ്ട് UDF LDF എന്നോ UDF എന്നോ അങ്ങനെ കാണുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് മാറി മറിച്ചും വരാറുണ്ട്. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ SIRമായി ബന്ധപ്പെട്ട് നിരവധി വോട്ടുകൾ കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി പെർസെൻറ്റേജിൽ ആ മാറ്റം വരുന്നതിന് ഒരു അടിസ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം, ഈ രംഗത്ത് സ്ഥാനാർത്ഥികളോടും ഗവൺമെൻറ്റിനോടും താല്പര്യമുള്ളവർ കൂടുതലായി ഒന്ന് വോട്ട് ചെയ്ത പ്രതികരണങ്ങളുണ്ടാവാം. അങ്ങനെ രണ്ട് തരത്തിൽ ആ വിഷയങ്ങൾ വരാം. അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് കൂടുതലിനെ സംബന്ധിച്ച് വ്യാഖ്യാനിച്ച് ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ശൈലി ശരിയല്ല, ശാസ്ത്രീയമല്ല. ഈ കോട്ടയത്തെ ഇപ്പോൾ ഏറ്റുമാനൂർ ഉൾപ്പെടെ കോട്ടയത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ വർഷം 9-ൽ 5 എണ്ണമാണ് കിട്ടിയിരുന്നത്. ഈ പ്രാവശ്യം അതിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൈപ്പത്തി വന്നത് ഏറ്റുമാനൂരിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ആണ് കോൺഗ്രസ്സുകാരുടെ അവകാശവാദം. ആയിക്കോട്ടെ, വന്നോട്ടെ. കൈപ്പത്തി വന്നാലും അത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കുമ്പോഴല്ലേ അതിനൊരു മൂല്യം ഉണ്ടാവൂ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. ഏറ്റുമാനൂർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇടതുപക്ഷത്തിനൊരു തുടർഭരണം ഉണ്ടാകും. അതുണ്ടാകും തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ, സംശയമൊന്നുമില്ല. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഈ പോളിംഗ് ശതമാനത്തിലെ കയറ്റ ഇറക്കങ്ങൾ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് VN വാസവൻ പങ്കുവയ്ക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.